തൃക്കാക്കരയിൽ അങ്ങനെ അഖിൽ മാരാറുടെ പ്രചരണത്തിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ശക്തമായ മത്സരം നടക്കുന്ന സ്ഥലമായതുകൊണ്ടും NDAയുടെ വിജയസാധ്യത കണക്കിലെടുത്തും കൊണ്ടുമുള്ള അസഹിഷ്ണുതയാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നാണ് അഖിൽ മാരാർ ജനം ടിവിയോട് പ്രതികരിച്ചത്. നേരെ നമുക്ക് കോഴിക്കോട്ടേക്ക് പോകാം. കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ജില്ലകളിൽ ഒന്നാണ് കോഴിക്കോട്. പ്രത്യേകിച്ച് കോഴിക്കോട് നഗരത്തിലുള്ള സൗത്ത് നോർത്ത് മണ്ഡലങ്ങളെ സംബന്ധിച്ചും അതിശക്തമായ മത്സരമാണ്. കാരണം ഇത്തവണ ഇടത് വലത് മുന്നണികൾക്കൊപ്പം NDA കൂടി മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയതോടെ ത്രികോണ മത്സരമാണ് കോഴിക്കോട് സൗത്ത് മണ്ഡലമാണെങ്കിലും നോർത്ത് മണ്ഡലമാണെങ്കിലും അവിടെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങളുടെ പൾസ് എന്താണ് എന്ന് പരിശോധിക്കുകയാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ അനഘ ഹർഷൻ. ആ റിപ്പോർട്ടിലേക്ക് പോകും. തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇങ്ങനെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. ഈ അവസാന നിമിഷം കോഴിക്കോട്ടെ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇടത് വലത് മുന്നണികളല്ല, ചരിത്രം സൃഷ്ടിക്കുക BJP ആയിരിക്കും. ഇതാണ് ചിലരുടെ പ്രതികരണം. മാറ്റം വേണമല്ലോ, എല്ലാത്തിനൊരു മാറ്റം ആവശ്യമാണല്ലോ. കാരണം നാട് നന്നാണെങ്കിൽ അവർ വരണം. 100% സീറ്റ് ഓപ്പൺ കേരളയിൽ. BJP വന്നാൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതൊരു എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്. തെരഞ്ഞെടുപ്പൊക്കെ നടക്കട്ടെ, ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ, ഇതാണ് ചിലരുടെ മനോഭാവം. രണ്ടും ഭയങ്കര മത്സരമാണ്. ഈ മത്സരത്തിനിടയിൽ നമ്മളെ കണക്ക് തെറ്റിപ്പോകുന്നു. തെരഞ്ഞെടുപ്പ് മോളെ എപ്രാവശ്യം ഇലക്ഷൻ കണ്ടാലാണ്. ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ സ്ഥിതി അങ്ങനെയാ, ആര് വരുന്നു. ഇടത് ഭരണം വരണം, പക്ഷേ കോഴിക്കോട് സൗത്തിലെ സ്ഥാനാർത്ഥി രനീഷ് ജയിക്കണം. ഇതാണ് ചിലർ പറഞ്ഞത്. രനീഷ് നല്ല സ്ഥാനാർത്ഥിയാണ്, നല്ല പാഞ്ഞ് നടക്കാനുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. BJPക്ക് അക്കൗണ്ട് തുറക്കും. UDFനെ കുറിച്ച് പറയുമ്പോഴേ ചിലർക്ക് ചിരിയാണ്. മഹാകള്ളമല്ലേ, വാഗ്ദാനം കിട്ടിയിട്ട് എന്തോ വല്ല കാര്യമുണ്ടോ? കോൺഗ്രസിൻ്റെ അഭിപ്രായം ഇപ്പം കോൺഗ്രസിന് വളരെ ക്ഷീണമായിട്ടാണ് കാണുന്നത്. ഒരു പടം പരിപാടികളും എല്ലാം കൂടി ആയിട്ട് വളരെ ക്ഷീണമായിട്ടാണ് കാണുന്നത്. ഇടതാണോ വലതാണോ എന്നതല്ല, കോഴിക്കോടൻ തെരഞ്ഞെടുപ്പ് കാറ്റിട്ട് താമരയാണ് വിരിയാൻ പോകുന്നത്. ഇതാണ് ജനങ്ങളുടെ പൊതുവെയുള്ള പ്രതികരണം. ജനം, കോഴിക്കോട്.